കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റ് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റ് ഒരു 3-ാം സ്ഥാനത്തൊക്കെ വരുത്തുള്ളായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഫുട്ബോൾ, അത് കഴിഞ്ഞ് വോളിബോൾ, ഒരുപക്ഷെ കബഡിയുടെ കൂടെ നിൽക്കുന്ന ഒരിതായിരുന്നു. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്റും പാഡും ബോളും ഒക്കെ മേടിക്കാൻ നല്ല കാശ് വേണം. മറ്റേത് ഒരു ബോളുണ്ടെങ്കിൽ 22 പേർക്ക് കളിക്കാം. പക്ഷേ കാലം മാറി വളരെ ഗംഭീരമായിട്ട് കേരളം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ KCL കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട ആവേശം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും സ്റ്റാർ സ്പോർട്സ് കൂടെ നമുക്ക് കൊല്ലത്തിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും ആലപ്പുഴയുടെയും കോഴിക്കോടിൻ്റെയൊക്കെ കളി കാണാം. ആ കളിക്കാരെ ലോകം കാണുന്നു. അതൊക്കെ തന്നെയാണ് ഒരു സ്പോർട്സ് അല്ലെങ്കിൽ ക്രിക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രോത്സാഹനം. നിലവാരത്തിലേക്ക് വന്നതൊക്കെ തന്നെ കേരളം ക്രിക്കറ്റിനെ സ്നേഹിച്ചു തുടങ്ങി എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്. ഒരുപാട് കളിക്കാർ ഈ KCLലൂടെ ഇന്ത്യയിലേക്കും കേരളത്തിൻ്റെ കുപ്പായമണിയെയും ഇന്ത്യയുടെ കുപ്പായമണിയെയും ലോകോത്തര ക്രിക്കറ്റ് താരങ്ങളായി മാറും എന്നുള്ളതിനകത്ത് സംശയമില്ല. അത്തരം വലിയ പ്രോത്സാഹനമാണ് എല്ലാവരും നൽകുന്നത്. വളരെ സന്തോഷത്തോടെ ഈ പ്രാവശ്യവും കൊല്ലത്തിന് തന്നെ ഈ ട്രോഫി കിട്ടും എന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് KCLന്റെ കണ്ണൂർ മുതൽ ട്രിവാൻഡ്രം വരെയുള്ള റോഡ് ഷോയുടെ ഭാഗമായിട്ട് ഇന്നലെ നമ്മുടെ അതിൻ്റെ ടീം, റെഡ് FM ടീം, KCL ടീം കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കടന്നു. തീർച്ചയായിട്ടും കപ്പടിക്കാൻ പറ്റിയ തയ്യാറെടുപ്പിൽ തന്നെയാണ്. കഴിഞ്ഞ വർഷം ചാമ്പ്യൻസ് ആയതുകൊണ്ട് ഈ വർഷവും ആ ഒരു കപ്പ് നിലനിർത്തണമെന്നുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആവേശമാണ്, ഒരു ആഗ്രഹമാണ്.